Hi guys, welcome to English പഠിക്കാം. So last വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ടെൻസ് പഠിപ്പിച്ചു. ഇന്നത്തെ വീഡിയോയിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് പഠിപ്പിക്കുന്നത്. So what is present continuous tense? Present continuous tense എന്ന് പറഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിനാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയാം. What is happening right now? So ഇതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് വേർബ് ing. ഫോർ എക്സാമ്പിൾ he ആണെങ്കിൽ he, she, it ആണെങ്കിൽ you should use is. He is playing football. Verb play ആണ് ing add ചെയ്തു. So it is playing football. I വരുമ്പം am use ചെയ്തു. I am dancing. Next one is she is taking pictures. So when it comes to negative ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് പറയുമ്പം നിങ്ങൾ നോട്ട് യൂസ് ചെയ്യുക. സോ ഇതിൽ നെഗറ്റീവ് വരുമ്പം റൂൾ എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് നോട്ട് പ്ലസ് വേർബ് ing. സോ ഫോർ എക്സാമ്പിൾ ഷീ ഈസ് നോട്ട് റീഡിംഗ് ബുക്സ്. യു ആർ നോട്ട് വാച്ചിങ് TV. I am not playing cricket. അടുത്തതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. സോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളൊരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കണ മാതിരി ആവണം, റൈറ്റ്? ഇതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ ഈസ് ആം ആർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് ing. ഇതുമാതിരി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ഇംപ്രൂവ് ചെയ്യണേ മറക്കണ്ട. എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക, ഞാൻ താഴെ കൊടുക്കാം എൻ്റെ നമ്പർ. സോ ബേസ് ലെവലായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ പറ്റും. ഓൾറൈറ്റ്. സോ ഐ പറയുമ്പം ആം യൂസ് ചെയ്യുക, ഹി ഷീ ഇറ്റ് പറയുമ്പം ഈസ് യൂസ് ചെയ്യുക, ഐ യു വി ദേ പറയുമ്പം ആർ യൂസ് ചെയ്യുക. സോ ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആം ഐ വെയിറ്റിംഗ്. സോ ആം വന്നപ്പം നമ്മൾ സബ്ജക്റ്റ് ഐ ഇട്ടു. ആർ യു ക്രൈയിങ്. സോ ഇതുപോലെ ആർ വന്നപ്പം യു. ആർ യു ക്രൈയിങ്. ഈ ഷീ കുക്കിംഗ്. സിംഗുലർ വന്നപ്പം ഷീ ഇട്ടു. ഈ ഷീ കുക്കിംഗ്. അടുത്തതാണ് WH ക്വസ്റ്റ്യൻസ്. സോ WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട്, വിച്ച്, വേർ, വൈ, ഹൗ, ഇതൊക്കെയാണ് WH ക്വസ്റ്റ്യൻസ്. സോ കണ്ടിന്യൂസ് ടെൻസിൽ ഇതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ് ing. സോ ഇതിൻ്റെ ഞാനൊരു എക്സാമ്പിൾ കുറേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാട്ട് ആർ യു ഡൂയിങ്. ആറ് വന്നപ്പോൾ നമ്മൾ സബ്ജക്റ്റ് യു ഇട്ടു. വൈ ഈസ് ഹീ സ്ലീപ്പിംഗ്. സബ്ജക്റ്റ് സിംഗുലർ വന്നപ്പം നമ്മൾ ഈസ് ഇട്ടു. വൈ ഈസ് ഹീ സ്ലീപ്പിംഗ്. Who am I talking to? How is he feeling? Next one is passive voice. So passive voice നമ്മൾ കൂടുതൽ ലെറ്റർ റൈറ്റിംഗ്, IELTSൽ essay റൈറ്റിംഗ് ഇതിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്താൽ കുറേ മാർക്ക് കിട്ടും. സോ ഇതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് ബീയിങ് പ്ലസ് V3 ബൈ സബ്ജക്റ്റ്. അപ്പം ഞാനിവിടെ ആക്റ്റീവ് വോയിസ് എഴുതിയിട്ടുണ്ട്, പാസീവ് വോയിസ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആക്റ്റീവ് വോയിസ് ആണ് പാസീവ് വോയിസ് ആക്കേണ്ടത്. ഹീ ഈസ് റിപ്പയറിംഗ് ദ കാർ. അപ്പോൾ ഇതിൽ ഏതാണ് ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. സോ ദ കാർ ആണ് ഒബ്ജക്റ്റ്. സോ ദ കാർ ആദ്യം വരും. ദ കാർ ഈസ് ബീങ് റിപ്പയർഡ്. ഹീ വന്നത് ഹിം ആവും. ബൈ ഹിം. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് വൺ ഇസ് ദേ ആർ വാച്ചിങ് എ മൂവി. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ്? എ മൂവി. എ മൂവി ഒന്നല്ലേ, അപ്പോൾ അത് സിംഗുലർ ആണ്. അപ്പോൾ ഈസ് എഴുതി. A movie is being watched by, they വരുമ്പോൾ them I. Then the company is hiring new employees. അപ്പോൾ ന്യൂ എംപ്ലോയീസ് വന്നു, പ്ലൂറൽ ആണ്. അപ്പോൾ ആർ എഴുതി. being hired by the company. നെക്സ്റ്റ് വൺ യൂസസ് ഓഫ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആക്ഷൻ ഹാപ്പനിങ് റൈറ്റ് നൗ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് എപ്പോഴും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയണം. പിന്നെ ടെമ്പററി ആക്ഷൻ, ഇപ്പോൾ കുറച്ച് ദിവസത്തിന്. ഐ എം സ്റ്റേയിങ് വിത്ത് മൈ ഫ്രണ്ട്സ് ദിസ് വീക്ക്. കുറച്ച് ദിവസത്തിന്, ദാറ്റ്സ് എ ടെമ്പററി. ഹീ ഈസ് വർക്കിംഗ് ഓൺ എ സ്പെഷ്യൽ പ്രോജക്റ്റ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണം. പിന്നെ ഫ്യൂച്ചർ പ്ലാൻഡ് ആക്ഷൻസ്, അതായത് വി ആർ ട്രാവലിംഗ് ടു കേരള ടുമോറോ. ദെൻ ഷീ ഈസ് മീറ്റിംഗ് ഹർ ഫ്രണ്ട് ഇൻ ദ ഈവനിങ്. പിന്നെ അനോയിങ് റിപ്പീറ്റഡ് ആക്ഷൻ വിത്ത് ഓൾവേസ്, അതായത് ഹീ ഈസ് ഓൾവേസ് ഇൻട്രപ്റ്റിംഗ് മീ, അല്ലെങ്കിൽ ഹീ ഈസ് ഓൾവേസ് ഡിസ്റ്റർബിങ് മീ. ദേ ആർ ഓൾവേസ് കമ്മിങ് ലേറ്റ് ടു ക്ലാസ്. അപ്പോൾ കണ്ടിന്യൂസ് ടെൻസിൻ്റെ ക്ലൂ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. അതായത് നൗ, അറ്റ് ദ മൂമെൻറ്റ്, കറൻ്റ്ലി, അറ്റ് പ്രസൻറ്റ്, റൈറ്റ് നൗ, ദീസ് ഡേയ്സ്, ദിസ് വീക്ക്, ദിസ് മന്ത്, ദിസ് ഇയർ, ഇതൊക്കെ പറയുമ്പം കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ?
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ഫ്രണ്ടിനെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ, നിങ്ങളുടെ ഗ്രാമർ ഇംപ്രൂവ് ചെയ്യണേ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യണേ, മറക്കണ്ട, എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക.